നമസ്കാരം. TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മീഡിയ സെല്ലിൻ്റെ അതിഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനമായി ആചരിക്കപ്പെടുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി കായംകുളം MSM കോളേജിലെ അറബിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിൽ A ആണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനമായി ആചരിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രസക്തി? 1973 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ലോക ഭാഷയായി അംഗീകരിക്കുന്നത്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജായി അംഗീകരിക്കുന്നത്. 6 ഭാഷകൾ മാത്രമാണ് ഈ ലോക ഭാഷകളിൽ യുണൈറ്റഡ് നേഷൻസ് അവരുടെ ഔദ്യോഗിക ഭാഷകളായി നിലനിർത്തിയിട്ടുള്ളത്. അതിൽ റഷ്യൻ, ചൈനീസ്, സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളാണ് അറബി ഭാഷകൾക്ക് പുറമെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒഫീഷ്യൽ ഭാഷകളായുള്ളത്. ഇത് തന്നെയാണ്, ഇങ്ങനൊരു അംഗീകാരം തന്നെയാണ് ആ ഭാഷയുടെ വലിപ്പത്തിൻ്റെ പ്രധാന കാരണം. 25ഓളം രാജ്യങ്ങളിൽ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാലും 25ഓളം രാജ്യങ്ങളിലെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. മറ്റ് എല്ലാ രാജ്യങ്ങളിലും മതഭാഷയായി അത് ഫോളോ ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ഭാഷ ഉപയോഗിക്കപ്പെടുന്നതായി കാണുന്നുണ്ട്. 1500 വർഷം പഴക്കമുള്ള ഭാഷകൾ ഇന്ന് ലൈവായി അങ്ങനെ നിൽക്കുന്ന ഭാഷകൾ വളരെ ചുരുക്കമാണ്. അതിലൊന്ന് അറബിയാണ്. അത്രയും പാരമ്പര്യം ഉണ്ടായിരുന്ന ലാറ്റിൻ, സംസ്കൃതം, ഗ്രീക്ക് ഭാഷകളൊക്കെ ഇന്ന് ഫോളോവേഴ്സ് ഇല്ലാണ്ട് മരണപ്പെട്ടു പോവുകയോ അധികം പോപ്പുലാരിറ്റി ഇല്ലാതാവുകയോ ചെയ്തപ്പോഴും അറബി ഭാഷ ലൈവായി നിലകൊള്ളുന്നുണ്ട്, വളരുന്ന ഭാഷയായി നിലകൊള്ളുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ അറബിക് ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനൊരു റിലീജിയസ് ഇതാണല്ലോ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് പുറമെ സിനിമ, സാഹിത്യം, ഇതിലൊക്കെ അതിൻ്റെ സംഭാവന എത്രത്തോളമാണ്? ഈ അറബി ഭാഷയെ വളരുന്നതിന് സഹായിച്ചിട്ടുള്ള ഘടകമാണ് അതിൻ്റെ ഹോളി പാർട്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും അറബി ഭാഷ എത്തിച്ചേർന്നത്. പക്ഷേ 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് മിസ്ർ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം അറബി ഭാഷയ്ക്ക് റിനൈസൻസ് ഉണ്ടാവുകയാണ്, നവോത്ഥാനം വരികയാണ്. അതിനുശേഷമാണ് അറബി ഭാഷ വേറൊരു ലെവലിലേക്ക് വരുന്നത്. അബ്ബാസിയ ഭരണകാലഘട്ടത്തിന് ശേഷം അറബി ഭാഷയെ പിന്നെ അധികം കാണപ്പെടാത്തൊരു ഭാഷയായി മാറി. പക്ഷേ ഈ നെപ്പോളിയൻ്റെ വരവിന് ശേഷം അറബി ഭാഷ അത്രയധികം പോപ്പുലാരിറ്റി വന്നു. പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമോ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലോ നമുക്ക് പറയാൻ പറ്റും അറബി ഭാഷ ഈ മതഭാഷ അല്ലെങ്കിൽ മത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറം ഉപയോഗിക്കുന്ന, അവരുടെ ഫീലിങ്ങുകൾ പറയാൻ ഉപയോഗിക്കുന്ന മേഖലകളായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാടകരംഗത്ത് ഇതിൻ്റെ വളർച്ച. അതോടൊപ്പം തന്നെ സിനിമ, മാഗസിൻസ്, ഡോക്യുമെൻ്ററികൾ, നോവലുകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ, ഈ ചാനലുകൾ, അത് വേറൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. 2000-ലധികം റേഡിയോ ചാനലുകൾ അറബി ഭാഷയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇതിൻ്റെ പോപ്പുലാരിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. സിനിമകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഏത് അറബ് രാജ്യത്തു നിന്നാണ് കൂടുതൽ അറബ് സിനിമകൾ വരുന്നത്? നിസ്സംശയം അത് പറയാൻ പറ്റുന്നത് മിസ്രിൽ നിന്നാണ്, ഈജിപ്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അറബി സിനിമകൾ വരുന്നത്. സാഹിത്യത്തിലും കലയിലും ഏറ്റവും കൂടുതൽ അറബി ഭാഷയ്ക്ക് വികാസം ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴും നിലനിൽക്കുന്നതും മിസ്രിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. അറബി ഭാഷകളും അത്തരം സിനിമകളിൽ സിനിമാ മേഖലകളിലുള്ള അതിൻ്റെ പ്രാവീണ്യം അറബി ഭാഷകളിൽ കൂടുതലായി വരുന്നതും അതിനെ ഫ്ലറിഷായി നിന്നതും ഗോൾഡൻ ഏജിലൊക്കെ വന്നതും മിസ്ർ സിനിമകളാണ്. പക്ഷെ മിസ്ർ സിനിമകളിൽ നിന്നും മാറി പിന്നീട് ഇപ്പം ഏഷ്യൻ രാജ്യങ്ങളിലുള്ള സിനിമകൾ പോലും UAE, കുവൈറ്റ്, ഇറാഖ്, പിന്നെ യമൻ പോലുള്ള രാജ്യങ്ങളിൽ പോലും അറബി ഭാഷകളുടെ സിനിമകൾ ഭയങ്കര പോപ്പുലാരിറ്റി ആയി വന്നു. പക്ഷെ നമുക്കൊന്ന് പറയാൻ പറ്റും, മിസ്ർ തന്നെയാണ് അതിൻ്റെ ബേസ്. പിന്നെ ലെബനോൻ, സിറിയൻ, പിന്നെ ടുണീഷ്യൻ സിനിമകളും ഭയങ്കര പോപ്പുലറായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇറാനിയൻ സിനിമകൾക്കൊരു പ്രത്യേക സ്ഥാനം എല്ലായിടത്തും കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ അതൊരു മിസ്കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇറാനിൻ്റെ ഭാഷയും ഇതും അറബല്ല, പേർഷ്യൻ ഭാഷയാണ്. എഴുത്ത് നമ്മൾ അറബി അറിയാവുന്നവർക്കേ അല്ലെങ്കിൽ പേർഷ്യൻ അറിയാവുന്നവർക്കേ ഈ പേർഷ്യനും അറബിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എഴുത്ത് ഉറുദു പോലെ തന്നെ അറബി ലിപികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഷ ഡിഫറൻ്റാണ്.
ഇന്ത്യയിലൊക്കെ പോപ്പുലറായി ഉണ്ടായിരുന്ന ഈ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ് പേർഷ്യൻ ഭാഷകൾ. മജീദിയെ പോലുള്ള വലിയ വലിയ സംവിധായകരൊക്കെ ഉണ്ട്. പക്ഷേ അത് പ്യുവർ അറബിക്കല്ല, അത് പേർഷ്യനാണ്. പേർഷ്യൻ ഭാഷയുടെ സിനിമകളും ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ ഭാഷയിൽ അത് വ്യത്യാസമുണ്ടെങ്കിലും കൾച്ചറിൽ ഈ പേർഷ്യൻ അറബിക് ഭാഷകളുടെ കൾച്ചറും കഥ പറയുന്ന രീതിയും ഒക്കെ ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെ അറബിയായി എണ്ണപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് പാലസ്തീൻ ഇസ്രായേൽ വാർ എന്നുള്ളത്. അപ്പോൾ അതിൽ പാലസ്തീൻ സിനിമകളിലോട്ട് വരുമ്പോൾ അവരുടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പാലസ്തീൻ സിനിമാറ്റോഗ്രാഫിയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതൊരു നാടും അവരനുഭവിക്കുന്ന വേദനകൾ സിനിമയിലൂടെ പുറത്തു വരലുണ്ട്. നമ്മൾ ഇന്ത്യൻ സിനിമകളിലും നമ്മളുടെ നാടിൻ്റെ കഥകൾ, നമ്മുടെ പ്രദേശത്തിൻ്റെ കഥകളൊക്കെ പുറത്തു വരലുണ്ട്. ഈ ഫലസ്തീനികൾ ആട്ടിയോടിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായവരാണ്. ഒന്നിൻ്റെയും വെസ്റ്റേണൈസേഷൻ്റെ അല്ലെങ്കിൽ അമേരിക്ക, ഇസ്രയേൽ തുടങ്ങിയ അച്ചുതണ്ടിൻ്റെ ഒരു പ്രവർത്തന ഫലമായി അവരവരുടെ നാടുകളിൽ നിന്നും തുരത്തി ഓടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കഥ പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ വിഷയം അറിയിക്കാൻ അവർ ഉപയോഗിക്കുന്ന പ്രധാന മാർഗ്ഗം എഴുത്താണ്. അതുകൊണ്ടാണ് മഹ്മൂദ് ദർവേഷ് പോലുള്ള എഴുത്തുകാരുടെ കൃതികൾ ഭയങ്കരമായി പോപ്പുലറായി മാറുന്നത്. പക്ഷേ സിനിമ അത് വേറൊരു ഘട്ടത്തിലേക്ക് മാറുന്നുണ്ട്. അതിലേറ്റവും എനിക്ക് പ്രധാനമായി തോന്നിയ ഹസ്സാൻ ഘനഫാനിയുടേതാണ്. ഹസ്സാൻ ഘനഫാനിയെ 1972 ഈ മൊസാദ് മീൻസ് ഇറാഖിൻ്റെ ഒരു ചാരസംഘടനയാണ്, ഇസ്രായേലിൻ്റെ. അവർ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ ഇയാളെ കൊന്നുകളയണയാണ്. 36-ാമത്തെ വയസ്സിലാണ് ഇയാൾ മരിച്ചു പോണത്. അയാൾ എഴുതിയ റിജാലി ഫിഷ് ഹംസ് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. ആ നോവല് ദ ഡൂപ്സ് എന്ന് പറഞ്ഞിട്ട് സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അവർ പറയണത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു നാട്ടിൽ നിന്ന് ഉപജീവനം തേടി വേറൊരു നാട്ടിലേക്ക് പോവേണ്ടി വരണതും അവരുടെ ജന്മനാട്ടിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരാഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെയാണ്. തീർച്ചയായിട്ടും പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ഫലസ്തീനിയൻ സിനിമ വലിയൊരു വികാരമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും രസകരമായ പാട്ടെന്ന് പറഞ്ഞാൽ ഫലസ്തീൻ സിനിമ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കൂടുതലും UK യിലും ഓസ്ട്രേലിയയിലും മിഡിൽ ഈസ്റ്റ് കൺട്രിയിലും ഒക്കെയാണ്. അവരുടെ വികാരങ്ങളെ അവിടെ പ്രദർശിപ്പിക്കാനോ കാണിക്കാനോ പറ്റാതെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുകയും അതിലൂടെ അവർ ഈ പ്രശ്നത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ ലൈവാക്കി നിർത്താനും ശ്രമിക്കുന്നുണ്ട്. അതിന് സിനിമ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇന്നത്തെ യൂത്തിൻ്റെ ഇടയിൽ എന്താണ് നമ്മളെ ഹോളിവുഡ് മൂവീസ്, കൊറിയൻ മൂവീസ് അതൊക്കെയാണല്ലോ കൂടുതൽ പോപ്പുലാരിറ്റി. ആ ഒരു പോപ്പുലാരിറ്റി നമ്മുടെ അറബ് സിനിമകൾക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 6 ഭാഷകളാണ് നമ്മളിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ചൈനീസ് മൂവികൾ വളരെ കുറച്ചാണ് നമ്മളെ ഇടയിലേക്ക് പോപ്പുലറായി വന്നിരിക്കണം. ഫ്രഞ്ച് ഭാഷ വലിയ ഭാഷയാണ്, പക്ഷെ ഫ്രഞ്ച് ഭാഷയുടെ എത്ര മൂവികൾ നമ്മളുടെ ഇടയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്ക മൊത്തം സംസാരിക്കുന്ന ഭാഷയാണ് സ്പാനിഷ് മൂവി നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ, പക്ഷേ സ്പാനിഷിൽ നല്ല മൂവികളുണ്ട്. നല്ല തരത്തിലുള്ള മൂവിയും നോവലുകളും ഡ്രാമയൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇതുപോലെ തന്നെ അറബി ഭാഷ അവരുടെ ഈ സിനിമയോടും നാടകത്തിനോടൊക്കെ ഒരു റിലീജിയസ് മെൻറ്റാലിറ്റി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കണം സിനിമ അറബി ഭാഷയിലോട്ട് വരാൻ വൈകി, അല്ലെങ്കിൽ പൊതുജനങ്ങൾ അത്രത്തോളം അത് ഏറ്റെടുക്കാൻ വൈകി എന്നാണ് ഞാൻ മനസ്സിലാക്കണം. 21-ാം നൂറ്റാണ്ടിൽ 2000-ന് ശേഷം പക്ഷേ ആ ഒരു ബന്ധനങ്ങളൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിച്ചിട്ട് ആൾക്കാർ കൂടുതൽ സിനിമാ മേഖലകളിലേക്ക് വരുന്നുണ്ട്. സൗദി അറേബ്യയിലടക്കം സിനിമാ പ്രദർശനശാലകൾ പുതിയതായി ആരംഭിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരർഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയുടെ ഒരു വൈഡ് പബ്ലിസിറ്റി ഒന്നും കിട്ടുന്നില്ല. ഈ IFFK പോലുള്ള ഫോറിൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അറബി ഭാഷയുടെ സിനിമകൾ കൂടുതലായി വരുന്നുണ്ട്. ബാഗ്ദാദ് മെസ്സി പോലുള്ള 2023 ഇറങ്ങിയ സിനിമകളൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അറബി സിനിമ ഭയങ്കര ലൈവായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മളെ ഇടയിൽ എത്തുന്നതിന് ഭയങ്കര കുറവായിരിക്കും. ഒരുപക്ഷെ ഷാറൂഖ് ഖാനും ദുൽഖർ സൽമാനും ഒക്കെ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം. വരും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അറബി ഭാഷയുടെ കൂടി ലോക സിനിമകളായിരിക്കും വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ ഹോളിവുഡ് സിനിമകളിലെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയൊക്കെ ഒരു അക്കാദമിക് ലെവൽ പഠനം നടക്കുന്നുണ്ട്. അതുപോലെ അറബ് സിനിമകളെ പറ്റി നടക്കുന്നുണ്ടോ? ഈ ടെക്നിക്കൽ സൈഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ടെക്നിക്കൽ സൈഡിൽ മോശമില്ല. കാരണം വെച്ചാൽ അത്രയും നല്ല രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ അവർ ശ്രദ്ധിക്കപ്പെടുകയും അവർ അക്ലെയിംഡ് ആക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ഈ ഫീമെയിൽ ഡയറക്ടേഴ്സ് ഒരുപാട് കടന്നു വരുന്നുണ്ട്, മെയിൽ ഡയറക്ടേഴ്സിനോടൊപ്പം തന്നെ കടന്നു വരുന്നുണ്ട്.
മറ്റ് ഹോളിവുഡ് സിനിമയിൽ വരുന്ന അത്രയും പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അത്രയും ടെക്നിക്കൽ സൈഡുകൾ വരുന്നില്ലെങ്കിൽ കൂടിയും കുറച്ചും കൂടി ഹൃദയകാരിയായ സിനിമകൾ പറയാനാണ് അറബി ഭാഷ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവർ ഈ സ്വപ്നങ്ങളിലുള്ള ഇപ്പോൾ നമ്മൾ സ്പൈഡർമാൻ പോലുള്ള സ്വപ്നങ്ങളിലുള്ള സിനിമ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മണ്ണുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലേക്കാൾ ഉപരിയായി ഹൃദയസ്പർശിയായ സിനിമകൾ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ കാണുമ്പോൾ ടെക്നിക്കൽ സൈഡ് ഒട്ടും മോശമല്ല. ഒരു സിനിമയുടെ ക്ലാരിറ്റിയിലും ക്യാമറയിലും സൗണ്ട് സിസ്റ്റത്തിലും ഒക്കെ തന്നെ അത് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ ആനിമേഷൻ സിനിമകളുണ്ട്. പക്ഷെ എന്നാലും ആ റേഞ്ചിലേക്ക് എത്താൻ ഇനിയും കുറേ കൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരള സംസ്കാരത്തെ അറബ് ഭാഷ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാഷയിലാണെങ്കിൽ ഒരുപാട് അറബ് വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താണ് പറയുക? ഈ ഇപ്പോഴുണ്ടല്ലേ ഏറ്റവും ലേറ്റസ്റ്റായി വന്നിട്ടുള്ള സിനിമയാണ് ഖൽബ് ക്യാമ്പസിൻ്റെ ഒരു മുഖമായി ഇപ്പം പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രണയത്തിന് 7 മുഖങ്ങളാണ് പറയണത്. 7 മുഖങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഹുബിൽ തുടങ്ങി മൗത്തിൽ അവസാനിക്കുകയാണ്. 7 അറബി വാക്കുകളാണ്. അത്രത്തോളം അതിന് അറബി ഭാഷ എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് ഈ സംസ്കാരങ്ങൾ പറയുമ്പം വരുന്ന ഭാഷകൾ വരുന്നതാണ്. 7 സിമ്പലുകളാണ് ഒരു പ്രേമത്തിനുള്ളതെന്നും അത് മൗത്തിൽ അവസാനിക്കുന്നു, മരണത്തിലല്ല മൗത്തിൽ അവസാനിക്കുന്നു എന്നും പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലാവണത് ഈ സംസ്കാരങ്ങളൊക്കെ ഭാഷകൾക്ക് അതീതമായി ഇടപഴഞ്ഞ് കിടക്കുന്നു എന്നാണ്. അറബ് ഭാഷയെ പറ്റിയും സാഹിത്യത്തെ പറ്റിയൊക്കെ അല്പനേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് സാറിനോട് നന്ദി പറയുന്നു. നമസ്കാരം. ഈ ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തി.